ഇതൊരു ടൂർ ഓർഡർ സിസ്റ്റം ആണ്. ഈ ടൂർ ഓർഡർ സിസ്റ്റത്തിൽ L1 L2 എന്ന് പറഞ്ഞ രണ്ട് ഡിസ്റ്റൻസ് ഉണ്ടാവില്ല, ഒറ്റ സിംഗിൾ ഡിസ്റ്റൻസ് ഉണ്ടാവുക, മറക്കരുത്. 3 റോട്ടറിന്റെ കേസല്ല, 2 റോട്ടറിന്റെ കേസ് ആയത്. What is the equation that you will use for finding out the torsionally equivalent length? Equation എന്താ ഉപയോഗിക്കുക? What is the equation? L is equal to L1 into D by D1 all raised to 4. L is equal to L1 into പറഞ്ഞ L1 into D by D1 all raised to 4 plus L2 into D by D2 all raised to 4 plus ഒന്നും കൂടി. L3 into D by correct D3 all. Correct. Very good. You have to use that particular relation to find out the length of torsional equivalent shaft. Now before that, what are the given details? Given data എന്തൊക്കെയാ ഈ ക്വസ്റ്റ്യനിൽ? Total length L is given 1.5 meters അല്ലേ? Add those things, 0.6 plus 0.5 plus 0.4. Then diameters are given. അതിൽ 3 ഡയമീറ്ററിനെയും നിങ്ങൾ 3 ടേംസ് കൊടുക്കുക. ഇപ്പൊ D1 95 mm, sorry, that is 0.095 meters. L1 അതിന്റെ corresponding length 0.6 meter. Then mass of rotor A, എൻഡിലുള്ള റോട്ടർ എന്റെ മാസ് 900 കിലോഗ്രാം തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ഗിവൺ ആസ് 0.85. Then diameter 2 is 0.06 meters, 60 mm. അതിന് corresponding length to L2 0.5 meters. MB, KB, mass, radius of gyration തന്നിട്ടുണ്ട്. You have a third diameter D3 and a third length L3 is there, and modulus of rigidity capital G is also given. G is given as 80 giganewton per meter square ആണ്. So അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദാറ്റ് മീൻസ് 80 into 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എല്ലിന്റെ വാല്യൂ കിട്ടിയാ? (0.862 meter). തെറ്റ്. (0.862 meter. ഡി എന്ന ടേമിന്റെ വാല്യൂ നിങ്ങൾ എത്ര എടുത്തേ? ഓക്കെ, ഡി 50 mm ആണ് എടുത്തത്. ഡി 50 mm ആണെങ്കിൽ ലെങ്ത് അത്രയായിരിക്കും കിട്ടുക, കുഴപ്പമില്ല. ഞാനിവിടെ ഡി ലാർജസ്റ്റ് ഡയമീറ്റർ 95 എടുത്തത്. കുഴപ്പമില്ല, എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. കറസ്പോണ്ടിംഗ്ലി എല്ലാ വാല്യൂസും കിട്ടും, അത്രേ ഉള്ളൂ. പറഞ്ഞോ. ഹലോ,
എനിവേ യു ഹാവ് എ വാല്യൂ ഫോർ എൽ. എല്ലിനൊരു വാല്യൂ ഉണ്ട്. എല്ലിനൊരു വാല്യൂ കിട്ടിയാൽ യു ഹാവ് ടു റീഡ്രോ ദ ഫിഗർ. ഇവിടെ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ നോഡ് നമുക്ക് ഒറ്റ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താണത്? ജസ്റ്റ് അസ്യൂമിങ് that two rotors are rotating in different directions, opposite directions. So a node in the figure varikka, you have a node in between the two rotors. LA LB kitti. LA LB ennulla distance mark cheythu. LA distance of node from A, LB distance of node from B, adu mark cheythu. Now we have the equations. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ടു റോട്ടർ സിസ്റ്റത്തിൽ കണ്ടുപിടിച്ചാണ്. IA LA equal to IB LB, LA LB equal to L. IA നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, IB കണ്ടുപിടിക്കാം. സോറി, IB IAയും ഗിവൺ ആണ്. LA അറിയില്ല, LB അറിയില്ല. ടോട്ടൽ ലെങ്ത് L അറിയാം. സോ 2 unknowns and 2 equations ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ സർ. എൻ്റെ നിങ്ങളെ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി IA കോമൺ ആണ്. IA MA KA square, IB MB KB square. MA KA MB KB all are given in the question. So find out length LA and length LB. LA LB കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. Hence the node lies at 2.2 meters from the flywheel A on the equivalent shaft. Because question you are supposed to find out the position of the node. So position നമുക്ക് LA LB ഡിസ്റ്റൻസ് കിട്ടിയ പൊസിഷൻ കിട്ടി. ബട്ട് ആ പൊസിഷൻ ഒരു സെന്റൻസിൽ എഴുതി വെക്കുക. ആഫ്റ്റർ ഫൈൻഡിങ് പൊസിഷൻ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. FN_A equal to FN_B ആണ്. സോ ഐദർ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഫോർ FN_A ഓർ FN_B. ഇക്വേഷൻ സഹിതം അവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നോക്കിയാൽ മതി, ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. കാരണം നിങ്ങളെ എല്ലയും എൻ്റെ എല്ലയും ഡിഫറെന്റ് ആയിരിക്കും. ബേസിക്കലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ബോയ്സ്? യെസ് സർ. പിന്നെ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ്സ് ഒന്ന് ജസ്റ്റ് സിംഗിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ, സിമ്പിൾ ചോദ്യങ്ങളാണ്. അസൈൻമെന്റ് നമ്പർ 3ഉം 4ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ? ഓരോ ക്വസ്റ്റ്യനേ ഉള്ളൂ. യെസ് സർ. ഓക്കെ. അസൈൻമെന്റ് നമ്പർ 2 ഒക്കെ വെക്കാൻ കുറേ ആൾ ബാക്കിയുണ്ട്. അസൈൻമെന്റ് വെക്കാത്തവർക്കൊന്നും ഞാൻ മാർക്ക് ഇടൂലേ. അവസാനം അതിന്റെ മാർക്ക് സർ അത് മെയിലിൽ അയച്ചു തന്നിട്ടൊന്നും എനിക്ക് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അസൈൻമെന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 3ഉം 4ഉം ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത് അതെല്ലാവരും ചെയ്തു വെക്കണം. മറ്റേ അസൈൻമെന്റ്സ് ആരെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യം പറഞ്ഞോ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണോ? ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുതരാം. പിന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യം എന്തോ എല്ലാ സബ്ജക്റ്റിനും ഒരു വൈവ കൂടി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു പീരീഡ് ഞാൻ ആരുടെ എടുത്തിട്ട് ഒരു വൈവ നടത്തും. സിമ്പിൾ ആയിട്ട് നമ്മൾ ഡൈനാമിക് സബ്മിഷനിലെ കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെയാണ് നടത്തുക എന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ.
ഇതാണ് അടുത്ത ചോദ്യം. ഇത് ഏത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത് ഞാൻ മറന്നു. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. A steel shaft ABCD 1.5 meter long has flywheel at its ends A and D. ഒരു സ്റ്റീൽ ഷാഫ്റ്റ് ABCD ഉണ്ട്. മൊത്തം ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആണ്. ഫ്ലൈ വീല് രണ്ട് എൻഡ് പോയിന്റിലുണ്ട്. AD എന്ന രണ്ട് എൻഡിൽ ഫ്ലൈ വീൽ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 2 റോട്ടർ സിസ്റ്റമാണ്. The mass of flywheel at A is 600 kg and has a radius of gyration 0.6 meter. The mass of flywheel at D is 800 kg and has a radius of gyration of 0.9 meter. The connecting shaft has a diameter of 50 mm for the portion of AB, which is 0.4 meter long. ആദ്യത്തെ സെക്ഷൻ 0.4 മീറ്റർ ലോങ് ആണ് L1. അവിടുത്തെ ഡയമീറ്റർ D1 50 mm ആണ്. And has a diameter of 60 mm for portion BC. അടുത്ത D2 60 ആണ്. അവിടെയുള്ള ലെങ്ത് 0.5 മീറ്റർ ആണ് L2. Okay. And has a diameter of D mm for the portion CD. Okay. മൂന്നാമത്തെ പോർഷൻ CD ന്റെ ഡയമീറ്റർ തന്നില്ല, വെറും D എന്ന ടേം തന്നത്. അതിന്റെ ലെങ്ത് L3 0.6 മീറ്റർ ലോങ് ആണെന്ന് പറയുന്നുണ്ട്. Determine the diameter of portion CD so that the node of torsional vibration of the system shall be at the center of BC. ശ്രദ്ധിക്കണേ, AB, BC, CD മൂന്ന് സെക്ഷൻ ഉണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടില്ല CD എന്ന പോർഷന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. So that the value of that diameter should be such that ഈ ടോർഷണൽ വൈബ്രേഷന്റെ നോഡ് വരുന്നത് കറക്റ്റ് BCന്റെ സെൻട്രലായിരിക്കണം. 2 റോട്ടർ സിസ്റ്റം ആണ്. അപ്പൊ നമുക്കൊരു സിംഗിൾ നോഡ് എങ്ങനെയായാലും കിട്ടും. ആ നോഡ് എവിടെ വരണം? BC എന്ന പോർഷന്റെ കൃത്യം സെന്ററിൽ വരണം. സെക്കൻഡ് വൺ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആണ്. ഓൾസോ യു ഹാവ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഗിവൺ. നോക്ക്, ഗിവൺ ടേംസ് എഴുതിയ നോക്ക്, ഫിഗറും ഉണ്ട്. ഫിഗർ സെപ്പറേറ്റ് നിങ്ങൾ വരക്കുവാണ് വേണ്ടുന്നത്. ആക്ച്വൽ സിസ്റ്റം നോക്ക്, ABCD. AB ലെങ്ത് 0.4, ഡയമീറ്റർ 50. BC സെക്ഷന്റെ ലെങ്ത് 0.5 മീറ്റർ, ഡയമീറ്റർ 60. അടുത്ത സെക്ഷൻ 0.6 മീറ്റർ, ഡയമീറ്റർ നമുക്ക് അറിയില്ല. ചെറുതാവോ വലുതാവോ എന്തോ ആവോ, ഞാൻ വെറുതെ ഡയമീറ്റർ D ഇത് കൊടുത്തിട്ടേ ഉള്ളൂ. മാസ് ഓഫ് A അറിയാം, റേഡിയസ് ഓഫ് ഗൈറേഷൻ അറിയാം. മാസ് ഓഫ് D അറിയാം, റേഡിയസ് ഓഫ് ഗൈറേഷൻ അറിയാം. അടുത്ത് നോക്ക്, ടോർഷണലി ഈക്വലന്റ് സിസ്റ്റം വരച്ച്. ടോർഷണലി ഈക്വലന്റ് സിസ്റ്റത്തിന്റെ ലെങ്ത്തും ഡയമീറ്ററും നമ്മൾക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് ഇമാജിനറി ആയിട്ട് L എന്ന ലെങ്ത്തും ഇതിന്റെ ഏറ്റവും ചെറിയ ഡയമീറ്റർ ആയ 50 mm അതിന്റെ ടോട്ടൽ ഡയമീറ്റർ ആയിട്ട് ഞാൻ എടുത്തു. എന്നിട്ട് വെറുതെ ഒരു ഫിഗർ വരച്ചു. കാണുന്നുണ്ടോ നിങ്ങൾ? Yes, sir. നോക്ക്, ഇനി ഒരു 2 റോട്ടർ സിസ്റ്റം ആയതുകൊണ്ട് സിംഗിൾ നോഡാണ് നമുക്ക് വരും. ആ നോഡ് ഞാൻ മാർക്ക് ചെയ്ത് നോക്ക്, എൻ പോയിന്റ് എയും ഉണ്ട്, എൻ പോയിന്റ് ഡിയും ഉണ്ട്. നോഡ് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എൻ്റെയും ഡിൻ്റെയും ഇടയിലായിട്ടുള്ള നോഡ് ആയതുകൊണ്ട് ഞാൻ ഒരു ഡിസ്റ്റൻസ് LA എന്നും മറ്റേ ഡിസ്റ്റൻസ് LD എന്നും മാർക്ക് ചെയ്തു. നൗ യൂസിങ് ദി ഇക്വേഷൻ ഫോർ ടോർഷണലി ഈക്വലന്റ് ഷാഫ്റ്റ്, L ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ D എന്നത് ഐ ആം ടേക്കിംഗ് ദ വാല്യൂ ഫോർ ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ഡയമീറ്റേഴ്സ്. 50യും 60യും തേർഡ് ഡയമീറ്റർ അൺനോൺ ആണ്. സോ 50, 60 എന്ന നോൺ രണ്ട് ഡയമീറ്റേഴ്സിൽ ലോവർ വൺ 50 ആണ്. D3 തേർഡ് സെക്ഷന്റെ ഡയമീറ്റർ അൺനോൺ ആണ്. അപ്പൊ ഇക്വേഷനിൽ D3 എന്താ നമുക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? D അറിയാം, D1 അറിയാം, D2 അറിയാം, L1, L2, L3 അറിയാം. So right hand side of the equation you will obtain a term with the unknown value D.
Left hand side law, you are equating it for the length of torsional equivalent shaft L. Okay, equation number 1 നോക്ക്, രണ്ട് unknown ഉണ്ട്. Now, how will we find out the diameter of the section CD? അതാണ് D എന്ന diameter, which is unknown. Now, what is LA? Distance of node from flywheel A. What is LD? Distance of node from flywheel D. IA നമുക്ക് കണ്ടുപിടിക്കാം, MA യും K യും given ആണ്. ID also we can find out. Now, the other two equations if we take, IA LA equal to ID LD, അതിലൊരു equation ആണ്. From that one, LA is equal to ID by IA multiplied by LD. Or LD is equal to IA by ID into LA. രണ്ട് രീതിയിൽ ഇക്വേഷൻ എഴുതാം. Substitute the value of IA, substitute the value of ID. We can rewrite the equation as LD is equal to LA by 3. IA ന്റെയും ID ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. Now see, since it is given that the node lies at the center of the section BC in the original system, we have to find its equivalent length from A in the equivalent shaft. നോക്ക്, BC എന്ന് പറഞ്ഞ സെക്ഷന്റെ നടുക്കായിരിക്കണം നോഡ് വരേണ്ടത്. So how are we going to find out the equivalent length? നോക്ക്, equivalent length L എന്നതിന് വരെ ഞാൻ ഇനി LA എന്ന് എഴുതുന്നു. റീസൺ എന്താ? ആ നോഡ് BC എന്ന് പറഞ്ഞ സെക്ഷന്റെ കൃത്യം മിഡിലായിരിക്കണം കിട്ടേണ്ടത്. ഫിഗർ മറന്നു പോലെ ആരും, ഇതാണ് ഫിഗർ. BC എന്ന സെക്ഷന്റെ കറക്റ്റ് നടുൽ കിട്ടണമെങ്കിൽ ഈ ഷാഫ്റ്റിലല്ല വരേണ്ടത്, നമ്മൾ അതിന്റെ ഇക്വലന്റ് ഷാഫ്റ്റിന് വെച്ച് ഇക്വലന്റ് ഷാഫ്റ്റിൽ BC എന്ന് പറഞ്ഞ പോർഷന്റെ നടുവിലാണ് വരേണ്ടത്. ഇക്വലന്റ് ഷാഫ്റ്റിലെ BC എന്ന് പറഞ്ഞ പോർഷൻ എന്താണ്? സെക്കൻഡ് ടേം ആണ്. ഇതുണ്ട്, L is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി, അതിൽ 0.24 ആണ് സെക്കൻഡ് സെക്ഷനിൽ വരുന്ന ലെങ്ത്. അതിന്റെ മിഡിലായിട്ടാണ് കിട്ടേണ്ടത്. So see, equation number 3 നമ്മൾ എഴുതിയത് എങ്ങനെയാന്ന് നോക്ക്. LA is equal to L1 into D by D1 raised to 4. അടുത്തതോ L2 by 2 into D by D2 raised to 4. എന്തുകൊണ്ടാണ് L2 by 2 എടുക്കാൻ കാരണം? L2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? L2 എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സെക്ഷന്റെ ലെങ്ത് ആണ് അല്ലെ, 0.5 മീറ്റർ എന്നുള്ള ആ സെക്ഷന്റെ BC എന്ന് പറഞ്ഞ സെക്ഷന്റെ ലെങ്ത് ആണ് L2. ഞാൻ അവിടെ എന്താ എടുത്ത്? L2 എന്ന് എടുക്കുന്നതിന് വരെ L2 by 2 എടുത്തു, അതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ? Yes, sir. Yes. Now see, this part has been already solved while finding the value of L in the equation 1. ഫസ്റ്റ് ഇക്വേഷനിൽ ഈ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഇത്. See, L is equal to എന്ന് പറഞ്ഞ 3 ടേം കിട്ടിയില്ലേ? ഈ സെക്കൻഡ് ടേം ആണ് എന്തെന്ന്? BC എന്ന് പറഞ്ഞ സെക്ഷന്റെ ലെങ്ത്. സോ ഇത് നമ്മൾ വീണ്ടും സോൾവ് ചെയ്യണ്ട, Lന് പകരം LA എന്ന് ഇട്ടിട്ട് 0.4 പ്ലസ് 0.24 by 2 എന്ന് എഴുതിയാൽ മതി. ഈ സെക്ഷൻ വരെയുള്ളത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതാണ് എഴുതിയില്ല. സി, LA is equal to 0.4 plus 0.24 by 2. അതല്ല എങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ്. ഇപ്പം L1ന്റെ വാല്യൂ, ഡിന്റെ വാല്യൂ, D1ന്റെ വാല്യൂ, L2ന്റെ വാല്യൂ, ഡിന്റെ വാല്യൂ, D2ന്റെ വാല്യൂ, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് LA. LA is equal to 0.52 meters എന്ന് കിട്ടി. Now put LA in equation number 2. What was equation number 2? LD is equal to LA by 3.
So when we substitute the value of LA, we will obtain LD as 0.173 meters. ഇപ്പോൾ നമ്മളെ കയ്യിൽ LA ഉണ്ട്, LD ഉണ്ട്. We can find out L as LA plus LD, the sum. That is equal to 0.693 meters. If we obtain L at 0.693 meters, go back to equation number 1. What was equation number 1? This is equation number 1, top equation. L is equal to 0.64 plus some value divided by D. Now, we L, left hand side value L arayam. So when we substitute that one, we can directly find out the value of D. 0.693 equal to 0.64 plus some term divided by D. D is the unknown, we can find out value of D. Next thing, you have to find out the natural frequency. Natural frequency is either you take natural frequency corresponding to values of rotor A or corresponding to values of rotor D. Fna equal to Fnd. Fna equal to 1 by 2 pi root of Gj by IALA. You can obtain the value of Fna. Is it clear? Two rotor system ചെറിയൊരു ട്വിസ്റ്റുള്ള ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ക്ലിയർ ആണോ ഇത്? Yes, sir. Yes, sir. നമ്മളെടുത്ത അപ്രോച്ച് ഒന്നും കൂടി നോക്കുക. ഇക്വലന്റ് ഷാഫ്റ്റ് വരക്കാൻ വേണ്ടിയുള്ള ലെങ്ത് നമുക്കറിയില്ല, ബട്ട് ഡയമീറ്റർ നമ്മൾ ചെറിയ ലീസ്റ്റ് ഡയമീറ്റർ എടുത്തു. അതിനുശേഷം ജസ്റ്റ് നോഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് സ്കീമാറ്റിക്കലായി റെപ്രസെന്റ് ചെയ്തു, ഇക്വേഷൻ യൂസ് ചെയ്തു. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ സെഡും ഇക്വേഷൻ നമ്പർ 1ഉം രണ്ട് രീതിയിൽ നമ്മൾ എഴുതി. ഇക്വേഷൻ നമ്പർ സെഡ് 3 പാർട്ടായിട്ട് എഴുതി. ഇവിടെ 3 പാർട്ടായിട്ട് എഴുതേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. റീസൺ, ഒറിജിനലി ദ ഷാഫ്റ്റ് ഹാഡ് 3 sections. And why is that sectioning important is only due to the term, the particular part in the question where we are supposed to locate the node exactly at the center of the middle section. ആ മിഡിലെ സെക്ഷന്റെ സെന്ററിൽ വേണം നോഡ് വരാൻ. അതുകൊണ്ടാണ് ഇക്വേഷൻ നമ്പർ സെഡ് L is equal to 3 ടേമിന്റെ ഇക്വേഷൻ എഴുതിയത്. സോ അതിൽ നിന്ന് നമ്മൾ വീണ്ടും we have the IALA equal to IDLB എന്നുള്ള ഇക്വേഷൻ, അതിൽ നിന്ന് LDക്ക് ഒരു ഇക്വേഷനും LAക്ക് ഒരു ഇക്വേഷനും, LD LA റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതി. ഈ 2 സെക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ക്വസ്റ്റ്യനിൽ BCന്റെ നടുക്കാണ് നോഡ് വരേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇക്വലന്റ് ലെങ്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള റോട്ടർ എയിൽ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എ നിന്ന് അങ്ങോട്ടേക്കാണ് എടുക്കുന്നു എന്ന് പറയുന്നു. അല്ലെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓൺലി ബിക്കോസ് we have to obtain the node at the exact center of BC. Adi, if you look at the geometry, you will understand very clear. So just ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുന്നു. ഏത് ഇക്വേഷൻ? ഇത് L is equal to L1 plus L2 into L3 into എന്നുള്ള ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. കാരണം ഇവിടെ ഇനി LA ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് L3 തേർഡ് സെക്ഷൻ വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ നോഡ് കിട്ടുന്നത് എക്സാക്ട് ആയിട്ട് BC എന്ന് പറഞ്ഞ സെക്ഷൻ. BC സെക്ഷൻ എന്ന് പറഞ്ഞാൽ L2 into D/D2 എന്ന് പറഞ്ഞ ടേം ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സെക്ഷന്റെ മിഡിൽ വരെ പോയാൽ മതി. ഏത്? A എന്ന് പറഞ്ഞ അറ്റത്തുനിന്ന്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഈ ടേം L2, ഈ സെക്കൻഡ് ടേമിന്റെ ഹാഫ് എടുക്കുന്നു, തേർഡ് ടേം അങ്ങ് ഇഗ്നോർ ചെയ്യുന്നു. അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. ദെൻ ഡയറക്ട്ലി സോൾവിങ്, കിട്ടിയ വാല്യൂ എല്ലാം പഴയ ഇക്വേഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് LA കണ്ടുപിടിച്ചു, LD കണ്ടുപിടിച്ചു, ടോട്ടൽ ലെങ്ത് L കണ്ടുപിടിച്ചു. അതിനുശേഷം ഇക്വേഷൻ നമ്പർ 1ലേക്ക് അതിട്ട് കൊടുത്ത് നമ്മൾ ഡയമീറ്റർ ഡിയും കണ്ടുപിടിച്ചു. അൺനോൺ ഡയമീറ്റർ D എന്താണ്? ഒറിജിനൽ ഷാഫ്റ്റിന്റെ 3ാമത്തെ സെക്ഷന്റെ ഡയമീറ്റർ ആണ് D. ടോർഷണൽ ഈക്വലന്റ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അല്ലേ, അത് നമ്മൾ 50 ആണെന്ന് ഓൾറെഡി എടുത്തു. ഇവിടെ കണ്ടുപിടിച്ച D എന്ന് പറഞ്ഞാൽ എന്താ? your required value, and that was the diameter of the third section. CD എന്ന് പറഞ്ഞ സെക്ഷന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചത്.
then we are obtaining the natural frequency of the system. Look at the next question. May 2019 on the question. Regular supplementary, regular examination. A single cylinder diesel engine drives a centrifugal pump. The rotating mass of engine, flywheel, and the pump with the shaft is equivalent to a 3-rotor system. Flywheel, engine and flywheel and pump. The mass moment of inertia of engine, flywheel, and the pump are 0.15, 0.3, and 0.09 kilogram meter square, respectively. The diameter of the shaft is 70 mm, and the center distance between engine rotating masses, flywheel, and the pump are 1.5 meter and 1 meter, respectively. Find the natural frequencies of the torsional vibrations. This is ചെറിയ ചോദ്യമാണ് കാരണം ഇവിടെ ടോർഷണലി ഈക്വലന്റ് ആയിട്ട് ഇനി ഒരു സാധനം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം സിംഗിൾ ഷാഫ്റ്റ് ആണ് ഐ മീൻ ഷാഫ്റ്റ് വിത്ത് എ സിംഗിൾ ഡയമീറ്റർ ആണ് കാണുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ Yes, sir. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ നിങ്ങളിപ്പോൾ ആലോചിക്കണം ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ഞാനാണ് നിങ്ങളല്ല ഇത് ചെയ്യേണ്ടത് നിങ്ങളാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്തിട്ട് വായിച്ചിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ അത് എനക്കാന്ന് മനസ്സിലാകുന്നത് ഞാൻ നിങ്ങൾക്ക് അത് ലിറ്ററലി കാണിച്ചു തരുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ അപ്പുറം നിങ്ങളെക്കാട്ടിയും കൂടുതൽ ഞാനാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് കേട്ടോ എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് കാരണം ലിറ്ററലി നിങ്ങളിപ്പോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ യു ആർ സിംപ്ലി ലിസണിങ് ടു എ ക്ലാസ്
ഓക്കെ, സോ ഗിവൺ ഡാറ്റ എഴുതി എന്തൊക്കെയുള്ള എന്നുള്ളത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സിംഗിൾ ഡയമീറ്റർ ആണ്, യൂണിഫോം ഡയമീറ്റർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ. മോഡുലസ് ഓഫ് റിജിഡിറ്റി 84 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. സോ 84 × 10³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ആ mm സ്ക്വയർ എന്നുള്ളത് വീണ്ടും മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം, അതും ചെയ്തിട്ടുണ്ട്. അവസാനം യു ഹാവ് ടു ഒബ്റ്റെയിൻ 84 ന്യൂട്ടൺ പെർ മീറ്റർ, 84 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. L1 തന്നിട്ടുണ്ട്, L2 തന്നിട്ടുണ്ട്. See, here we have a shaft of uniform diameter. Hence, there is no need to find the torsional equivalent shaft. So, first stage നമുക്ക് ഒഴിവാക്കാം. അടുത്തെന്താ? ഇക്വേഷൻ 3 rotor system റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതുക. Here A and C are at extreme ends, B is at the middle. ഓക്കെ, ഐ തിങ്ക് ക്വസ്റ്റ്യനിൽ ഈ ഫിഗർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഏത് രീതിയിലായാലും ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ AC B എന്ന് എടുത്താലും, ക്വസ്റ്റ്യനിലൊന്നും തന്നില്ലെങ്കിൽ AC B എന്ന് എടുക്കുക, അല്ലെങ്കിൽ ABC എന്ന് എടുക്കുക. ഏത് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ആയതുകൊണ്ട് ലെറ്റ്സ് റീഅറേഞ്ച് ദി എബോ ഇക്വേഷൻ സ്ലൈറ്റ്ലി. ചെറുതായിട്ടൊന്ന് മാറ്റി, അത്രയേ ഉള്ളൂ. Equating the first part, IA 1/IALA equal to 1/ICLC equal to, see ഈ ഇക്വേഷൻ ഒക്കെ ഫണ്ടമെന്റലി ബേസ് ചെയ്യുന്നത് നമ്മൾ ഇനീഷ്യലി ആദ്യം 3 rotor സിസ്റ്റം വരക്കുമ്പോൾ വരച്ച ഫിഗർ, അതിനെ ബേസ് ചെയ്തിട്ട് LA, LB, LC1, LC2 ഇതൊക്കെ എഴുതിയതിന്റെ ഫിഗറിന്റെ ബേസിലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന A and C are the extreme ends, B is at the middle. അതുകൊണ്ട് വി ആർ സ്ലൈറ്റ്ലി റീഅറേഞ്ചിങ് ഒക്കെ പറയാൻ പറ്റുന്നത് ബിക്കോസ് വി ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ ഫണ്ടമെന്റൽ ഫിഗർ ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് വൈൽ ലേണിംഗ് ദ 3 rotor സിസ്റ്റം. അത് മനസ്സിൽ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. അതിനനുസരിച്ച് റീഅഡ്ജസ്റ്റ് ചെയ്തോളാം. സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ നൗ LA is equal to 0.6 LC എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ Z ൽ നിന്ന് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഇക്വാലിറ്റി ഇഫ് വി കൺസിഡർ 1/ICLC equal to 1/IB into എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ, സോൾവിംഗ് ദാറ്റ് വൺ ആൻഡ് റീഅറേഞ്ചിങ് ദാറ്റ് വൺ, we will obtain an equation in terms of LC. See, LC-ന്റെ ടേമിലാണ് ആ ഇക്വേഷൻ എഴുതിയത്. ആ ഫുൾ ഇക്വേഷൻ വീണ്ടും ഫർദർ ഇത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ചെയ്താൽ മതിയെ. എക്സ്പാൻഡ് ചെയ്താൽ വി വിൽ ഒബ്റ്റെയിൻ എ ക്വാഡ്രാറ്റിക്, സോറി ഇത് കാൽക്കുലേറ്റർ ചെയ്യണ്ട, അതിനുശേഷം വരുന്ന ഇതിൽ ചെയ്യാം കാൽക്കുലേറ്ററിൽ. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി, 3.6 LC square minus 9.5 LC plus 5. സോ ഇവിടുന്ന് യു വിൽ ഹാവ് 2 values ഫോർ LC. സി അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. LCക്ക് 2 വാല്യൂ ഉണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ സ്ലൈഡിലുണ്ടായ ഇക്വേഷൻ നോക്ക്, ഇക്വേഷൻ നമ്പർ 1 LA equal to 0.6 LC. സോ അതിൽ നിന്ന് LA will also have 2 values. LAക്ക് 2 വാല്യൂ കിട്ടും. ഇനി പഴയ പോലെ നമ്മൾ ചിന്തിക്കുക, ഏതൊക്കെ വാല്യൂ, ഏത് പെയർ ഓഫ് വാല്യൂസ് എടുത്താലും നമുക്ക് ഏതൊക്കെ കേസ് കിട്ടുമെന്ന്. സി as we have 2 values for each for LA and LC, we have to take one set value for both at first, then draw the nodes and solve. After that, take the next set of values for LA and LC and then draw the nodes. See, original figure il namakku L1 1.5 um L2 1 meter aanullathu. So ഈ LC LA എന്നുള്ള ടേമിൽ ഞാൻ ആദ്യത്തെ പെയർ ഓഫ് വാല്യൂ LA equal to 1.146 ഉം LC equal to 1.91 ഉം ആണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഫിഗർ വരിക. LA will be in between A and B, but LC എങ്ങനെയായിരിക്കും? സിയിൽ നിന്ന് നോക്കുമ്പോൾ B എത്തി, ബിയും കടന്നിട്ടാണ് LC ഡിസ്റ്റൻസ് പോകുന്നത്. സോ അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു 1 നോഡ് ഫ്രീക്വൻസി സിസ്റ്റമാണ്. കാരണം ഇൻ ബിറ്റ്വീൻ A and B ആണ് എന്തുള്ളത്? ഡയറക്റ്റ് നോഡ് ഉള്ളത്. There is no direct node between B and C. So BC-യിൽ വരച്ച റെഡ് ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. സോ കറസ്പോണ്ടിങ് സി ഇപ്പൊ നടുക്ക് B ആണെന്നുള്ളത്, അതുകൊണ്ട് LC1 LC2 എന്ന് എഴുതിയതിന് പകരം LB1 LB2 എന്ന് എഴുതണം. N പോയിന്റ്സിൽ LA ഉണ്ട്,
ഇപ്പുറത്ത് എൽ സി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സർ. Yes, sir. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ ഗിവൺ ഫിഗറിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ A C B എന്ന രീതിയിൽ തന്നെ അസ്യൂം ചെയ്തിട്ട് എഴുതാം. അങ്ങനെ അസ്യൂം ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലെ ബി എന്ന് പറഞ്ഞ റോട്ടറിന് പകരം ഞാൻ സി ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള സെന്റൻസസ് ആദ്യം എഴുതി വെക്കണം. കാരണം ഈ നിങ്ങളെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സമയം ഉണ്ടാവില്ല. സോ ആൻസർ കീയിൽ the values that we already are provided, that means ultimately answer key they'll show LC1 equal to this much value, LB1 equal to this much value. അപ്പോൾ ആ വാല്യൂസ് നോക്കിയിട്ട് ഡയറക്റ്റ് മാർക്ക് ഇടുക ചെയ്യുക. സോ നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാർക്ക് കുറയും. സോ സോൾവിങ് ഫോർ ദാറ്റ് വൺ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടും. ആ വാല്യൂസിൽ നിന്ന് ഫൈൻഡ് ഔട്ട് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടിയാൽ അതിന്റെ ഫൈനൽ വാല്യൂ എഴുതുക. കേസ് 2 ആയിട്ട് എന്താണ്? ആ രണ്ടാമത്തെ സെറ്റ് ഓഫ് വാല്യൂസ്. രണ്ടാമത്തെ സെറ്റ് ഓഫ് വാല്യൂസ് എഴുതുമ്പോൾ അവിടെയും നമുക്ക് കിട്ടുന്ന എന്താ? സിംഗിൾ നോഡ് സിസ്റ്റം തന്നെയാണ് കിട്ടുക. ആ സിംഗിൾ നോഡ് സിസ്റ്റത്തിൽ എന്താ ഉള്ളത്? സെക്കൻഡ് സെറ്റ് ഓഫ് വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് എന്താ? 2 നോഡ്സ് കിട്ടുന്നുണ്ട് അല്ലേ? 2 നോഡ് സിസ്റ്റം. കാരണം LA 0.4 സംതിങ് ആണ്, LC 0.7 സംതിങ് ആണ്. സോ രണ്ടും A B ന്റെ ഇടയിൽ തന്നെ ഫസ്റ്റ് നോഡ് വരും, BC ന്റെ ഇടയിൽ തന്നെ സെക്കൻഡ് നോഡ് വരും.